എപ്പിസോഡിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലിങ്ങിനെയും ചെങ്ങിനെയാണ്. ലിങ് അവളുടെ പനിയൊക്കെ ഭേദമായിട്ട് ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുകയാണ് ഓഫീസിലേക്ക്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ തന്നെ അവർക്ക് ഒരു വലിയ ജോബ് തന്നെയാണ് നമ്മുടെ ചെങ്ങ് കൊടുക്കുന്നത്. ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ നടത്തി പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡീലർഷിപ്പ് നേടിക്കൊടുക്കണം. ലിങ് ഇത് കേട്ടിട്ട് അവളുടെ സാലറി കൂട്ടിക്കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ചെങ്ങപ്പ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ഒത്തിരി പേ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും നീ ചെയ്യുന്ന ജോലി ആ ഒരു പേയ്മെന്റിന് അത്ര എത്തുന്നില്ല. അപ്പോഴാണ് നീ ഇനിയും സാലറി കൂട്ടി ചോദിക്കുന്നത്. ഇത് കേട്ട ലിങ് പറയുന്നത്, ഞാൻ നിന്റെ വീട്ടിൽ എന്തായാലും ഡെയിലി വന്ന് നിന്റെ വീട്ടിലെ ജോലിയും ചെയ്യുന്നുണ്ട്, അതുമാത്രമല്ല അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലിയും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം റീസണബിൾ ആണെന്നും പറയുന്നതാണ്. ഓക്കെ, പേയ്മെന്റ് ഒക്കെ ഞാൻ കൂട്ടിത്തരാമെന്ന് നമ്മുടെ ചെങ്ലി പറയുമ്പോൾ അവൾ ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുകയാണ്. അവളിപ്പോ കിടക്കുന്ന സ്റ്റോർ റൂമിൽ നിന്നും അവൾക്ക് ഗസ്റ്റ് റൂമിലേക്ക് മാറിക്കിടന്നാൽ കൊള്ളാമെന്നുണ്ട്, അതാവുമ്പോൾ മൂണിനെയൊക്കെ കണ്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാന്നാണ് അവൾ പറയുന്നത്. അതും അവൻ സമ്മതിക്കുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ ലിങ് ആണെങ്കിൽ ആ ഒരു ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കമ്പനിയുടെ കോണ്ടാക്ട് തേടി ഒരു സീനിയറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരവളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ആ ഒരു ഡീലർഷിപ്പ് നേടാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും നാളായിട്ടും ശ്രമിച്ചതിന്റെ എല്ലാ ഫയൽസും അവിടെ കൊണ്ട് കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. ഇത്രയും നാളായിട്ടും ആർക്കും ആ ഡീലർഷിപ്പ് മേടിച്ചെടുക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മളെ ചെങ്ലി ഇപ്പോൾ ലിങ്ങിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ കാണിക്കുന്നത് ബേഗ് ഷൗജിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവള് ആ കമ്പനിയിലെ റിസപ്ഷനിസ്റ്റ് ആണ്. ഈ പെൺകുട്ടി നമ്മുടെ ലിങ്ങിന് ആ കമ്പനിയിലെ ഒരു നല്ല ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ അവള് നമ്മുടെ ലിങ്ങിനോട് പറയുന്നുണ്ട്, ബോസ് നിനക്ക് ഒരു വലിയ പ്രൊജക്ട് തന്നെയാണ് തന്നിരിക്കുന്നത്, അത് കുറെ പഴയതാണെങ്കിലും ഇതുവരെയും ആർക്കും അതിനകത്ത് പുതിയതായിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ കമ്പനിയായിട്ട് ഒരു ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാവരും പല രീതിയിലും കോണ്ടാക്ട് ചെയ്ത് നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് നടന്നിട്ടില്ല. അവള് ലിങ്ങിനോട് ആ ഒരു കമ്പനിയിലെ പുതിയൊരു ഡയറക്ടറിന്റെ കാര്യവും പറയുന്നുണ്ട്. എറിക് എന്നാണ് അവന്റെ പേര്. മേക്കപ്പ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് നീ അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാനാണ് നമ്മുടെ ലിങ്ങിനോട് അവൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ ലിങ് ആ ഒരു കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ എറിക്കിന്റെ ഒരു ബിസിനസ് കാർഡോ അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ബുക്ക് ചെയ്യാതാണ് അവൾ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അയാളെ കാണാൻ സാധിക്കുന്നില്ല. പുറത്തിറങ്ങി നമ്മുടെ ലിങ് ജോയെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അവൾക്ക് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോണ്ടാക്ട് കിട്ടും എന്ന് കരുതിയിട്ട് അവളെ വിളിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവളെ കുറെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അവൾക്ക് വേണ്ടിയിട്ട് കുറെ നമ്മുടെ ജോ പരിശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയും അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ലിങ് കോള് കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ ചെങ്ങ അവന്റെ ഫ്രണ്ട് മൈക്കിളുമായിട്ട് ഗെയിം കളിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. മൈക്കിൾ അവനോട് ചോദിക്കുന്നുണ്ട്, ലിങ് ഷുൻഷുൻ എന്ന് പറയുന്ന ആ പെണ്ണിന് നീ എന്തിനാണ് ആ ഡീലർഷിപ്പ് മേടിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്? നീ സീരിയസ് തന്നെയാണോ ഈ കാര്യത്തിൽ? ഇത് തിരിച്ചടിക്കത്തില്ല എന്ന് നിനക്ക് ഉറപ്പാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ചെങ്ലി പറയുന്നത്, എല്ലാ കമ്പനീസിലെയും പുതിയ എംപ്ലോയീസിനെ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും, അതേപോലെ ഞാൻ അവളെ ഇപ്പൊ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക, നിന്നെ ഞാൻ കുറെ ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ലിങ് അവൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു എറിക്കിനെ കണ്ടുകിട്ടി കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ, അതുകൊണ്ട് വെയിറ്റ് ചെയ്തോണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എറിക്കിന് ഒരു പാഴ്സൽ വരുന്നത്. റിസപ്ഷനിസ്റ്റ് വിളിച്ച് എറിക്കിനോട് പറയുന്നുണ്ട്, നിന്റെ പാഴ്സൽ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് താഴേക്ക് ഒരാൾ ഇറങ്ങി വന്ന് ആ പാഴ്സൽ മേടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ലിങ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവള് മനസ്സിലാക്കാണ് അതാണ് എറിക്കെന്ന്. കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ലിങ് ഇപ്പോഴും അവനെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ലിങ് അവിടെ ചെന്ന് അവളുടെ ഇൻട്രോ കൊടുക്കുകയാണ്. ഞാൻ ചെങ്ലിയുടെ അസിസ്റ്റന്റ് ആണ്, എനിക്ക് നിങ്ങളുടെ ഒരു 10 മിനിറ്റ് തരണം സംസാരിക്കാൻ എന്ന് പറയുകയാണ്. അയാളും പെട്ടെന്ന് അവളോട് കാറിലേക്ക് കയറാൻ പറയുകയാണ്. കാറിൽ കയറിയ ലിങ്ങും അവനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കമ്പനിയുടെ ആ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ ഡീലർഷിപ്പ് ഒരു ചാൻസ് കൂടെ തരണമെന്നാണ് പറയുന്നത്. ഒരല്പസമയം ആ കാറിൽ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എറിക്ക് പറയുന്നുണ്ട്, ചെങ്ലി ഭയങ്കര ബുദ്ധിയുള്ളവനാ, അവനെ എന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെയാണല്ലോ. ഡീലർഷിപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ നിങ്ങളുടെ കമ്പനി എത്രത്തോളം സിൻസിയർ ആണോ അത്രത്തോളം തന്നെ അതിനുള്ള ചാൻസും കൂടുമെന്ന് പറഞ്ഞ് അവൻ അവളോട് മിസ്ബിഹേവ് ചെയ്യാണ്. അവളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ കാണിക്കുന്നത്, നിങ്ങൾ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ട്രൈ ചെയ്യാണ്. അങ്ങനെ കാറ് വഴിയിൽ സ്റ്റോപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഇറങ്ങി പോവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾ വന്ന് അവളെ പിടിച്ചു നിർത്തുകയാണ്. അവനും പറയുന്നുണ്ട്, നിങ്ങളുടെ കമ്പനി എന്തൊരു കമ്പനിയാ, നിങ്ങൾക്ക് റൂൾസ് ഒക്കെ അറിയാവോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ട് അവളും പറയുന്നുണ്ട്, എറിക് ഞാനിവിടെ വന്നിരിക്കുന്നത് ആ ഡീലർഷിപ്പിന് ഒരു ചാൻസ് കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ, അല്ലാതെ എന്നെ തന്നെ വിൽക്കാനല്ല. അപ്പോഴാണ് അവനും എറിക് എന്ന പേര് കേട്ട് ചോദിക്കുന്നത്, എറിക്കോ നീ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ എറിക്കിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് നടത്തിയില്ലെന്ന് തോന്നുന്നു. ഞാൻ എറിക്കല്ല, ഞാൻ അവന്റെ അസിസ്റ്റന്റ് പീറ്റർ ആണ് എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലിങ് അവളുടെ കയ്യിലുള്ള ഫോണിൽ നിന്നുള്ള റെക്കോർഡിംഗ് കാണിക്കാണ്. അവൾ കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരത്തെ കോൺവെർസേഷൻ റിയൽ ആയിട്ടുള്ള എറിക്ക് കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് അവൾ പറയാണ്. ഇത് കേട്ട അവനും പേടിച്ചിട്ട്, എങ്കിൽ ശരി നീ എന്തോ വേണമെന്ന് പറ എന്നാണ് പറയുന്നത്. അവളും എനിക്ക് എറിക്കിനെ കാണണം, എങ്കിൽ മാത്രമേ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പീറ്ററും പറയുന്നുണ്ട്, ശരി നാളെ 10 മണിക്ക് ഞാൻ അതിന് ചാൻസ് ഒപ്പിച്ചു തരാം എന്ന് പറഞ്ഞ്
അവൻ അവിടുന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ ചെങ്ങിനെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന ലിങ്ങിനെയാണ് കാണിക്കുന്നത്. കാറിൽ വെച്ച് നമ്മുടെ ലിങ് അവനോട് പറയുന്നുണ്ട് നാളെ ഞാൻ എറിക്കിനെ മീറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ലിങ്ങിനോട് അവൻ ഭയങ്കര റൂഡായിട്ട് ശരി ഞാനൊരു ഗുഡ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിങ്ങനെ പറയുന്നതാണ്. നെക്സ്റ്റ് മോർണിംഗ് നമ്മുടെ ചെങ്ങിന് വേണ്ടിയിട്ട് അവൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുന്നതും കാണിക്കുന്നുണ്ട്. അവൾ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ട് അവൾ റെഡിയാക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പോരെ. പക്ഷെ നമ്മുടെ ചെങ്ങാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മുടെ ലിങ് എറിക്കിനെ കാണാനായിട്ട് പീറ്റർ വരാൻ പറഞ്ഞ സ്ഥലത്ത് എത്തി നിൽക്കുന്നതും പീറ്റർ അവനുമായിട്ട് അവിടെ വരുന്നതും കാണിക്കുന്നുണ്ട്. പീറ്റർ ലിങ്ങിനോട് അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. പക്ഷെ നമ്മുടെ ലിങ് എറിക്കിനോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എറിക്ക് അവളെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കുന്നത്, ഞാൻ ഭയങ്കര ഹാൻസം ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലിങ് പെട്ടെന്ന് എറിക്കിനടുത്ത് അവളുടെ ഇൻട്രോ കൊടുക്കുകയാണ്. ഞാൻ ചെങ്ലിയുടെ അസിസ്റ്റന്റ് ആണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ എറിക്ക് അവളെ മുന്നേ അറിയാമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ലിങ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ക്ലാസ്മേറ്റ് വല്ലതും ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് അല്ല, പക്ഷേ നിന്റെ ഫ്രണ്ട് ജോയുടെ ഫ്രണ്ടാണ് ഞാൻ എന്ന് പറയാണ്. എന്നിട്ട് എറിക്ക് അവന്റെ ബിസിനസ് കാർഡ് എടുത്ത് കൊടുക്കുമ്പോഴാണ് അതിനകത്ത് റിയൽ നെയിം എഴുതി കാണിക്കുന്നത് ഹു ഈ വാങ്. ഈ പേര് കേട്ട ഉടനെ തന്നെ അവളുടെ മനസ്സിലേക്ക് ജോ ആണ് വരുന്നത്. എപ്പോഴും നമ്മുടെ ജോ ഇവനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലും നമ്മുടെ ലിങ്ങിനെയും എറിക്കിനെയും തമ്മിൽ കണ്ടുമുട്ടിക്കാനായിട്ട് നമ്മുടെ ജോ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും അവരിങ്ങനെ കണ്ടുമുട്ടിയതിലും വളരെയധികം സന്തോഷത്തിലാണ്. ലിങ് എന്തിനാണ് എത്തിയിരിക്കുന്നതെന്ന് എറിക്കിന് മനസ്സിലായിട്ടുണ്ട്. എറിക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ പ്രപ്പോസൽ ഒരു വട്ടം കൂടി സബ്മിറ്റ് ചെയ്യാൻ. അത് കേട്ട് അവൾ ഒത്തിരി സന്തോഷപ്പെടുകയാണ്. സന്തോഷത്തിൽ ഓഫീസിൽ ചെന്ന് ഇത് ചെങ്ങിനോട് പറയുമ്പോൾ അവനും വലിയ കോൾഡ് ആയിട്ടൊരു റിപ്ലൈ തന്നെയാണ് കൊടുക്കുന്നത്. ഒന്നും കൂടെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞോളൂ, ഇതുവരെ ഡീലർഷിപ്പ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ സന്തോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളോട് പ്രപ്പോസൽ എല്ലാം തയ്യാറാക്കാനും പറയുന്നു. ലിങ് രാത്രി ഫുള്ളിരുന്ന് അവളുടെ ആ പ്രസന്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങും അവന്റെ ക്യാബിനിൽ തന്നെ ഉണ്ട്. ലിങ് നോക്കുമ്പോൾ കമ്പനി ഫുള്ളും എക്സ്ട്രാ ലൈറ്റ് കിടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ കമ്പനിയിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ളൂ. രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഇത്രയും ലൈറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ ചെന്ന് ഓഫ് ചെയ്യുകയാണ്. പെട്ടെന്ന് ചെങ്ങും ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങി വന്നിട്ട് ആരാ ലൈറ്റ് ഓഫ് ചെയ്ത് എന്ന് ചോദിക്കുകയാണ്. ലിങ് പറയുന്നുണ്ട് ഞാനാണ് ഓഫ് ചെയ്തത്, വേറൊന്നും കൊണ്ടല്ല, വെറുതെ എന്തിനാ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നത്. ഇത് കേട്ട് അവൻ ചോദിക്കുന്നത് എന്തായാലും നീയല്ലല്ലോ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ പേ ചെയ്യുന്നത്, എന്നാലും നമ്മളിങ്ങനെ എനർജി വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് അവള് പറയുമ്പോൾ ദേ അവിടുത്തെ ലൈറ്റ് അണച്ചേക്ക്, പക്ഷെ ഞാൻ എവിടെ പോയാലും അവിടെ ലൈറ്റ് വേണം എന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് അവളും ചോദിക്കുന്നുണ്ട് സത്യം പറ മിസ്റ്റർ ചെങ്, നിങ്ങൾക്ക് പ്രേതത്തിനെ പേടിയല്ലേ? ഇത് കേട്ട് അവനും അവളുടെ തലയ്ക്ക് കൊട്ടിയിട്ട് നീ എന്താ ഈ പറയുന്നത്, നോൺസെൻസ് പറയാതെ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അവളും ഞാൻ വെറുതെ കളിയാക്കാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും ലിഫ്റ്റിൽ നിൽക്കുന്ന സമയം നമ്മുടെ ലിങ് അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പൊയ്ക്കോട്ടെ എന്ന്. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് നീ ഇപ്പൊ പറഞ്ഞ ഈ ഫ്രണ്ട് അന്ന് ഹോസ്പിറ്റലിൽ കണ്ട ആ ദേശീയക്കാരിയായ പെണ്ണാണോ? ഇത് കേട്ട അവൾ എന്റെ ഫ്രണ്ടാ, ഞാൻ നിനക്ക് എന്തിനാ വലിയ ഡിസ്ക്രിപ്ഷൻ തരുന്നത്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഗേൾ ഫ്രണ്ടിനെ ഒന്നും തപ്പുമല്ലോ. അപ്പൊ അവനും പറയുന്നുണ്ട് ഈ ടൈപ്പ് ഗേൾസിനൊന്നും എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതുമാത്രല്ല ഏജിലും അവൾ എന്നെക്കാട്ടിലും മൂത്തതാ. നമ്മുടെ ലിങ് ഇത് കേട്ട് പറയാണ് അവൾക്ക് കുറെ ഫാൻസ് ഉണ്ട്, പിന്നെ അതുമാത്രല്ല നീ അവളുടെ ടൈപ്പ് അല്ല. അപ്പൊ അവൻ അവളോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഏത് ടൈപ്പ് ആണെന്ന് നീ പറയാൻ. ഇത് കേട്ട് നമ്മുടെ ലിങ്ങും പെട്ടെന്ന് പറയാണ് നിന്റെ ഫേസ് നല്ല രസമുണ്ട്, പക്ഷെ നിന്റെ ഹൃദയം കല്ല് പോലെയാണെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ലിഫ്റ്റ് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളും എസ്കേപ്പ് ആവുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിങ്ങിനെയും ജോയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തിലിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ജോ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഹൂയിയുടെ കാര്യം എന്നോട് നേരിട്ട് ചോദിക്കാനത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലായിരുന്നോ, നീ വെറുതെ അതിന്റെ പേരിൽ കുറച്ച് ടെൻഷൻ അടിച്ചില്ലേ? ഇതിന് മറുപടിയായി നമ്മുടെ ലിങ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എറിക്കും ഈ ഹൂയി വാങ്ങും ഒരാളാണെന്ന് അറിയത്തില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിലെ ചെങ്ങനോട് പറഞ്ഞാണ് കോണ്ടാക്റ്റിന്റെ കാര്യം, അങ്ങനെ ഞാൻ നിന്നെ വിളിച്ചാണ്, പക്ഷേ പിന്നെ നിന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ആലോചിച്ച് ഞാനത് കട്ട് ചെയ്ത എന്ന് അവള് പറയുന്നുണ്ട്. പിന്നീട് രണ്ട് ഫ്രണ്ട്സും നല്ല രീതിയിൽ സന്തോഷത്തിലിരുന്ന് എൻജോയ് ചെയ്യുന്നതും അവർ തമ്മിൽ കളിയാക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെങ്ങിന്റെ കമ്പനിയിലേക്ക് എറിക്ക് എത്തുന്നതാണ്. അങ്ങനെ ചെങ്ങ് മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷൻ എറിക്കിനെ കാണിക്കുന്നുണ്ട്. എറിക്ക് അത് കണ്ടിട്ട് ഇംപ്രസ് ആവുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിനോട് റിസൾട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കണം എന്നും പറയുന്നുണ്ട്. 80% സക്സസ് റേറ്റ് ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ
ചെങ്ങ് ഇവരെല്ലാരെയും ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മുടെ ചെങ്ങ് ലിങ്ങിനെ കാണില്ല. പെട്ടെന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടെ അവളെ ഹറാസ് ചെയ്യാനായിട്ട് 2 ചെറുക്കന്മാരെ ശ്രമിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെങ്ങ് അവിടെ ചെന്ന് അവന്മാരെ അടിച്ചിട്ട് അവളുമായിട്ട് ഓടി പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓടി ചെന്ന് കാറിനകത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ലിങ് ചെങ്ങിന്റെ കയ്യിലുള്ള മുറിവ് ശ്രദ്ധിക്കുന്നത്. അവന്മാരെ ഇടിക്കുന്നതിന്റെ ഇടയിൽ പറ്റിയ മുറിവാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് അവളവന്റെ മുറിവില് മരുന്ന് വെക്കുന്നുണ്ട്. പക്ഷെ ഈ സമയമെല്ലാം നമ്മുടെ ചെങ്ങിന്റെ കണ്ണുകള് ലിങ്ങിൽ തന്നെയാണ്. അവൻ അവളെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ലിങ് മുഖം മാറ്റിയിട്ട് പറയാണ്, എനിക്കിപ്പോ ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയായിട്ടാണെന്ന് തോന്നിയത്. ഒരു കൂട്ടം ക്ലാസ്മേറ്റ്സ് എനിക്ക് വേണ്ടിയിട്ട് അടികൂടിക്കൊണ്ടിരുന്ന പോലെ. ഇത് കേട്ട് നമ്മൾ ചെങ്ങൻ ചോദിക്കാണ്, എന്താ നമ്മളെ ക്ലാസ്മേറ്റ്സോ? നമ്മൾ തമ്മിൽ ഒരു വലിയ ജനറേഷന്റെ ഗ്യാപ്പ് ഉണ്ട്, നീ കൂടുതലൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ ആന്റി എന്ന് പറയാണ്. ആന്റി എന്ന് വിളിക്കുന്ന കേട്ട നമ്മുടെ ലിംഗം, എന്തുവാ ആന്റിയോ, ഞാൻ നിന്റെ ചേച്ചിയാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവര് തമ്മിൽ സത്യം പറഞ്ഞാൽ ഒരു 6 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നമ്മുടെ ചെങ്ങിനെ നോക്കി സന്തോഷത്തിൽ നിൽക്കുന്ന നമ്മുടെ ലിങ്ങിനെയാണ് കാണിക്കുന്നത്. ആ ബ്രേക്ക്ഫാസ്റ്റ് ചെങ്ങ് നല്ല സന്തോഷത്തോടുകൂടിയും എൻജോയ് ചെയ്തും കഴിക്കുന്ന കണ്ട് അവൾക്കും വളരെ സന്തോഷം തോന്നുന്നു. പിന്നീട് ഓഫീസിൽ നമ്മുടെ ചെങ്ങിന്റെ അസിസ്റ്റന്റും ബേ ഷൗജിനിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും നമ്മുടെ ലിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അവൾ എത്ര സ്മാർട്ടാണെന്നും അവൾ എത്ര കേപ്പബിൾ ആണെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് മൈക്കിൾ വന്നിട്ട്, ഓ എനിക്ക് ഇവളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ഈ സമയം തന്നെ അവൾക്ക് ആ ഒരു ഡീലർഷിപ്പ് കിട്ടിയ മെസ്സേജ് വരികയും നമ്മുടെ ലിങ് അത് വിളിച്ച് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചെങ്ങിനെയും ജോയെയാണ്. ചെങ്ങിന് ഓൾറെഡി ജോയുടെ ഫ്രണ്ടാണ് എറിക് എന്ന് നല്ല രീതിയിൽ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഡീലർഷിപ്പ് നേടിയെടുക്കാനായിട്ട് നമ്മുടെ ലിങ്ങിനെ തന്നെ അവൻ യൂസ് ചെയ്തത്. അതായത് അവളുടെ ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ട് അവന് കമ്പനിയിലെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലിങ്ങിനെ യൂസ് ചെയ്ത് അവന്റെ കമ്പനിക്ക് പ്രോഫിറ്റ് നേടാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ജോ വലിയ രീതിയിൽ അവനോട് ഒരു ഫ്രണ്ട്ലി ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. എങ്കിലും അവള് പറയുന്നുണ്ട്, ലിങ് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഗേൾ ആണ്, അവൾ ഒരിക്കലും നിന്നെ നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ മൈ ഡിയർ ലേഡി എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമയുടെ 2nd എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്. 3rd എപ്പിസോഡായിട്ട് വേഗം തന്നെ കാണാം. ബൈ, താങ്ക് യു.